കൃഷിക്കാരുടെ ഇടയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കുള്ളൻ കമുകുകളെ കുറിച്ചുള്ള ഉളിക്കൽ അഗ്രോ ഫാംസിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉളിക്കൽ അഗ്രോ ഫാംസിന്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള ബിജൂസ് പെപ്പർ ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുഴുവൻ ആൾക്കാരും ബിജൂസ് പെപ്പർ ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ബെൽ ബട്ടൺ അമർത്തുക. കുള്ളൻ കമുക് എന്നുള്ളത് ഒരു സത്യമാണോ മിഥ്യയാണോ? കുള്ളൻ കമുകുകൾ യഥാർത്ഥത്തിൽ ഉള്ളതാണോ? കുള്ളൻ കമുകിനകത്ത് ഈ കാണിക്കുന്ന പോലെ, ചിത്രത്തിൽ കാണിക്കുന്നത് പോലെയുള്ള വിളവ് സാധാരണ അത് കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു വന്നിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട വിളകളിലൊന്നായിട്ടുള്ള കമുക് കൃഷി ധാരാളം പണം കൃഷിക്കാർക്ക് നേടിക്കൊണ്ടു തന്നിരുന്ന, ധാരാളം വിളവ് തന്നുകൊണ്ടിരുന്ന ഒരു കൃഷിയായിരുന്നു. പക്ഷെ ഇന്ന് കമുക് എന്ന് പറയുന്നത് വിളവ് മോശമല്ലെങ്കിൽ പോലും അത് വിളവെടുക്കുന്നത് ഒരു വലിയ ഭാരമായിട്ടാണ് യഥാർത്ഥത്തിൽ കൃഷിക്കാർക്ക് വന്നു ചേർന്നത്. കാരണം ഏതാണ്ട് ഒരു 35-40 അടിയെങ്കിലും ഉയരമുള്ള കമുകിൽ നിന്നും അടക്ക പറിച്ചെടുക്കുക എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാഹസം തന്നെയാണ് ഇന്നത്തെ കാലത്ത്. കമുകിനകത്ത് നിന്ന് അടക്ക പറിക്കുന്ന തൊഴിലാളിക്ക് മിനിമം 1000 രൂപ മുതൽ 1200 രൂപ വരെ മേടിക്കുന്ന തൊഴിലാളികളുമുണ്ട്. ഈ വലിയ തുക കൊടുത്തുകൊണ്ട് കമുക് കൃഷി ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക, അതാണ് നമ്മുടെ മുമ്പിൽ, കൃഷിക്കാരുടെ മുമ്പിൽ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കമുകുകളുടെ ഇനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ പുതിയ കുള്ളൻ കമുകുകൾ എന്ന് പറയുന്ന ഒരു ഇനം കൂടെ വരുന്നത്. കുള്ളൻ കമുകുകളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കർണാടകത്തിലുള്ള തീർത്ഥഹള്ളി, അതേപോലെ തന്നെ ഹീരാഹള്ളി ഡാർഫുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുള്ളൻ കമുകുകളിൽ പെടുന്നത്. ഈ നമ്മുടെ വളരെ ചെറുതായി തന്നെ കായ്ക്കുന്ന ഈ കുള്ളൻ കമുകുകൾ ഒരിക്കലും ഒരാൾ 7 അടി 8 അടിയിൽ കൂടുതൽ ഉയരം വെക്കാറേയില്ല. പക്ഷേ ഈ കുള്ളൻ കമുകുകൾ സാമ്പത്തികമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം ഇതിനകത്തുള്ള പല കുള്ളൻ കമുകുകളും സാമ്പത്തികപരമായിട്ട് ലാഭകരമല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ CPCRI പോലെയുള്ള കേന്ദ്ര അടക്ക വിള ഗവേഷണ കേന്ദ്രം പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ കുള്ളൻ കമുകുകളെയും ഉയരം കൂടിയ കമുകുകളെയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ കവുങ്ങിനങ്ങൾ, സെമി ഡാർഫ് ഇനത്തിൽപ്പെട്ട കമുങ്ങിനങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് വളരെ കാലമായിട്ടുള്ള അവരുടെ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഏറ്റവും ഉയരം കുറഞ്ഞ് കായ്ക്കുന്ന അടക്കകളൊന്ന് മംഗള കവുങ്ങായിരുന്നു. മംഗള കവുങ്ങുകൾ ആദ്യ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുകയും അത് ഉയരം കുറഞ്ഞ് കായ്ക്കുകയും ചെയ്തു കഴിഞ്ഞ ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം അത് ഉയരം കൂടി പോവാറാണ് സാധാരണഗതി ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉയരം കുറഞ്ഞ മംഗള കവുങ്ങുകളിൽ നിന്ന് അങ്ങനെ ഉയരം കൂടി പോകുന്ന മംഗള കവുങ്ങുകളുടെ ഇടയിൽ തന്നെ ഉയരം കുറഞ്ഞു വരുന്ന മംഗള കവുങ്ങുകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഉയരം കുറഞ്ഞ മംഗള കവുങ്ങുകൾ തമ്മിൽ ക്രോസ് ബ്രീഡിംഗ് നടത്തിക്കൊണ്ട്, മാനുവലായിട്ട് ക്രോസ് ബ്രീഡിംഗ് നടത്തിക്കൊണ്ട് കുള്ളൻ കമുകുകളുടെ സെമി കുള്ളൻ ഇനത്തിൽപ്പെട്ട കമുകുകൾ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് ശാസ്ത്രജ്ഞർ ചിന്തിക്കാൻ തുടങ്ങി. ആദ്യ കാലഘട്ടത്തിൽ ഈ പ്രക്രിയ പൂർണ്ണമായിട്ടും മാനുവലായിട്ട് കൊണ്ട് തന്നെ ചെയ്തുകൊണ്ടായിരുന്നു ഈ കവുങ്ങുകൾ തമ്മിൽ ക്രോസ് ബ്രീഡിംഗ് നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഇങ്ങനെയുണ്ടായ കമുകുകളുടെ വലിയ തോട്ടങ്ങൾ ഉണ്ടാകുകയും അതിനകത്ത് സ്വാഭാവികമായിട്ടുള്ള പരിണാമം കൊണ്ട് തന്നെ കുള്ളൻ കമുകുകൾ എന്ന് അറിയപ്പെടുന്ന സെമി ഡാർഫ്, യഥാർത്ഥത്തിൽ സെമി ഡാർഫ് ആയിട്ടുള്ള ഇൻഡസെ മംഗള എന്ന് പറയുന്ന ഇനം പിറവി കൊണ്ടതും ഇതിനിടയിലാണ്. ഈ ഇൻഡസെ മംഗളയുടെ പ്രത്യേകതകൾ ഞാൻ വളരെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. ഇൻഡസെ മംഗള എന്ന് പറയുന്ന മംഗള കവുങ്ങുകൾ യഥാർത്ഥത്തിൽ 3ാമത്തെ വർഷം, അവിടുത്തെ മംഗലാപുരത്തെ കണക്കനുസരിച്ചാണെങ്കിൽ 3ാമത്തെ വർഷം ചൊട്ടയിടുകയും 4ാമത്തെ വർഷം അത് ഉൽപാദനത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. 5ാമത്തെ വർഷം മുതൽ, അതിന്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ 5ാമത്തെ വർഷം മുതൽ അത് നല്ല രീതിയിൽ മിനിമം 5 കൊലയെങ്കിലും ഒരു കവുങ്ങിനകത്ത് വരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കവുങ്ങിന്റെ കൊലയിൽ നിന്നും സാധാരണഗതിയിൽ
150 മുതൽ 350 വരെ വരുന്ന കൊലകൾ ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സാധാരണ ആവറേജ് പരിചരണമുള്ള തോട്ടങ്ങളിൽ, നനയ്ക്കുകയൊക്കെ ചെയ്യുന്ന തോട്ടങ്ങളിൽ ശരാശരി അവിടുത്തെ കൃഷിക്കാരുടെ കണക്കനുസരിച്ച് ശരാശരി 200 മുതൽ 300 വരെയുള്ള അടക്കകൾ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഈ ഇൻഡസ് മംഗളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ 3 നമുക്ക് തിരിക്കാം. 1, ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കാൻ തുടങ്ങും. 2, ഇത് ചെറുപ്പത്തിൽ കായ്ക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടും ഉയരം കുറവാണെന്നുള്ളത് കൊണ്ടും കവുങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമായിട്ടുള്ള മഹാളി എന്ന് നമ്മൾ വിളിക്കുന്ന ഫംഗസ് ഇൻഫെക്ഷനെതിരായിട്ട് നമുക്ക് മഴക്കാലത്ത് വളരെ എളുപ്പത്തിൽ ബോഡോ മിശ്രം പോലെയുള്ള ഫംഗിസൈഡുകൾ അടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. 3 ഇതിനകത്തുള്ളത് എളുപ്പത്തിൽ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഇതിന്റെ വിളവെടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. ഹൈബ്രിഡ് ഇനം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പരിചരണം ഒരു പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഡസ് മംഗള കവുങ്ങുകൾ വെക്കുന്നത് 8 അടി × 8 അടി അകലത്തിലാണ് ഇൻഡസ് മംഗള കവുങ്ങുകൾ വെക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്ത് 800-നടുത്ത് കമുകുകൾ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കും. 2.5 അടി സമചതുരത്തിൽ കുഴിയെടുത്തുകൊണ്ടാണ് നമ്മൾ കുഴി എടുക്കുന്നതിനകത്ത് ശ്രദ്ധിക്കുന്നത്. 2.5 അടി കുഴി ആഴമുള്ള കുഴി എടുക്കുന്നു, 2 അടി സമചതുരത്തിൽ നമ്മൾ കുഴി എടുക്കുന്നു. ആ കുഴിയുടെ ഏതാണ്ട് ഒരു 1.5 അടി വരെയുള്ള ഭാഗം ചാണകം, വേപ്പ് പിണ്ണാക്ക്, അല്പം എല്ലുപൊടി, ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1 കൊട്ട ചാണകവും ഒരു 250 ഗ്രാം വേപ്പ് പിണ്ണാക്കും ഒരു 250 ഗ്രാം എല്ലുപൊടിയും ഇതിൻ്റെ അടിവളമായി ചേർത്തുകൊണ്ടാണ് നമ്മൾ കമുങ്ങ് നടുന്നത്. പ്രത്യേകം ഞാൻ പറഞ്ഞു, ഈ 2.5 അടി കുഴിച്ചെങ്കിൽ പോലും 1.5 അടിയുടെ അടുത്തേക്ക് നമ്മൾ മൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏതാണ്ട് 1 അടിയെ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ കുഴി ബാക്കി നിർത്തുന്നുള്ളൂ. അങ്ങനെയാണ് കമുക് നടുന്നത്. കുള്ളൻ കമുക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൃഷിക്കാർ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. കാരണം യഥാർത്ഥത്തിലുള്ള കുള്ളൻ കവുങ്ങിൻ്റെ ഇൻഡസ് മംഗളയുടെ തൈകൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം കുള്ളൻ കമുക് തൈകൾ എന്നുള്ള നിലയിലുള്ള തൈകൾ വിൽക്കുന്നുണ്ട്. അതിനകത്തൊരു 25,000 തൈ പോലും യഥാർത്ഥത്തിൽ കുള്ളൻ കമുക് ആയിരിക്കില്ല എന്നുള്ള കാര്യം സത്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ കമുക് എന്ന് പറയുന്നത് ക്രോസ് പോളിനേഷൻ നടക്കുന്ന, പരപരാഗണം നടക്കുന്ന ഒരു വിളയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീട്ടുപറമ്പിനകത്ത് ഒരു 100 കുള്ളൻ കമുകിൻ്റെ തൈകൾ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് മറ്റുള്ള മംഗളയോ അല്ലെങ്കിൽ കാസർഗോഡിനോ മോഹിത്നഗറോ നാടനോ ഒക്കെ ആയിട്ടുള്ള കമുകിൻ്റെ പരാഗരേണുക്കൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് നിന്ന് കിട്ടുന്ന അടക്ക തൈകൾ ഒരു കാരണവശാലും ഈ കുള്ളൻ കമുക് എന്ന് പറയുന്ന ഇൻഡസ് മംഗള ആകില്ല. പക്ഷെ നിങ്ങൾക്ക് വിളവിനകത്ത് ധാരാളം കിട്ടുമെന്നുള്ളൊരു ഉറപ്പ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിനകത്ത് അതിന് കുറച്ച് പ്രയാസമാണ് എന്ന് തന്നെയാണ്. മംഗലാപുരം മേഖലകളിലാണ് യഥാർത്ഥത്തിൽ കൂടുതൽ കമുകുള്ള. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇൻഡസ് മംഗളയുടെ അടക്കകൾ എടുക്കുന്നത് ഏതാണ്ട് ഒരു 30 ഏക്കറെങ്കിലും വലിപ്പമുള്ള ഈ ഇൻഡസ് മംഗള തോട്ടങ്ങളുടെ നടുക്ക് അതിനകത്ത് പോയി കഴിഞ്ഞ ശേഷം അതിൻ്റെ ഏറ്റവും ഉൾഭാഗത്തേക്ക് പോയിട്ട് അതിനകത്ത് ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്ന നല്ല ആരോഗ്യമുള്ള കവുങ്ങിൻ്റെ അടക്കകൾ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ നേരിട്ട് ഇറക്കി മേടിച്ചിട്ടാണ് ഞങ്ങൾ ഒരു പരിധി വരെ, അതും എനിക്ക് ഒരു പരിധി വരെ എന്ന് പറയാൻ പറ്റുള്ളൂ, ഏതാണ്ട് അങ്ങനെ വന്നാൽ പോലും ഒരു 85% പോലും ഉറപ്പ് പറയാൻ വേണ്ടി കഴിയില്ല ഇൻഡസ് മംഗള ആകണമെന്ന്. പക്ഷെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഇൻഡസ് മംഗളയുടെ അടക്കകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. കൃഷി ചെയ്യുന്ന കൃഷിക്കാരും ഇത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള അങ്ങനെ ശ്രദ്ധിക്കുന്ന നഴ്സറിക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടോ പോയിട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ മാത്രമേ ഈ ഇൻഡസ് മംഗളയുടെ ഈ ഗുണങ്ങളുള്ള അടക്കകൾ നിങ്ങൾക്ക് കിട്ടുകയും അതിൻ്റെ തൈകൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ജൈവവളങ്ങളും നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു കൃഷിയാണ് യഥാർത്ഥത്തിൽ കമുക്. നമുക്ക് കിട്ടുന്ന കമുകിൽ നിന്ന് കിട്ടുന്ന പാളയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നിർബന്ധമായിട്ടും ഇടണം. അതേപോലെ തന്നെ മഴ ആരംഭത്തിൽ ഉണക്ക ചാണകമോ ബാക്കിയുള്ളതോ എന്തായാലും മിനിമം 1 കൊട്ടയെങ്കിലും ഈ കമുകിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റ് ജൈവവളങ്ങൾ
ജീവാമൃതം പോലെയോ ഗോമൂത്രം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും കമുക് കൃഷിക്കാരെ സംബന്ധിച്ച് നല്ലതാണ്. ഗോമൂത്രമാണെങ്കിൽ ഏതാണ്ട് നല്ല മഴക്കാലത്താണെങ്കിൽ ഒരു കമുകിനെ സംബന്ധിച്ചോളം മിനിമം ഒരു 3 ലിറ്റർ ഗോമൂത്രമെങ്കിലും കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിന് അത് സംശയമില്ല. അതേപോലെ തന്നെ കമുകിനകത്ത് നമുക്ക് രാസവളങ്ങളും തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. സാധാരണഗതിയിലായിട്ട് ഒരു കമുകിനെ സംബന്ധിച്ചോളം ഉൽപാദനം എത്തിയ ഒരു കമുകിനെ സംബന്ധിച്ചോളം 250 ഗ്രാം യൂറിയയും 200 ഗ്രാമിനടുത്ത് മസൂറി ഫോസും അതേപോലെ തന്നെ ഏതാണ്ട് 300 ഗ്രാമിനടുത്ത് പൊട്ടാഷും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ഇതൊരു പൊതു ശുപാർശ മാത്രമാണ്. എന്തായാലും ഒരു 700 ഗ്രാം 750 ഗ്രാമോളം രാസവളങ്ങളും തീർച്ചയായിട്ടും ഇതിനകത്ത് ഉൽപ്പാദനത്തിൽ കൊടുക്കേണ്ട കാര്യം നിർബന്ധമാണ്. കാരണം നമുക്കറിയാം ഈ അടക്ക ശരാശരി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മംഗലാപുരത്ത് യഥാർത്ഥത്തിൽ ഒരു കവുങ്ങിൽ നിന്ന് 11 കൊല വരെ ഒരു വർഷം കിട്ടുന്ന കവുങ്ങുകൾ വരെ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ കേരളത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ മണ്ണിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ശരാശരി ഒരു 5 കൊലയെങ്കിലും കിട്ടുമെന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള 5 കൊലകൾ വന്നാൽ 200 അടക്ക വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും മിനിമം 1000 അടക്ക കിട്ടും. ആ 1000 അടക്ക കിട്ടുമ്പോൾ അത്രയും 1000 അടക്ക നമുക്ക് തരുമ്പോൾ നമ്മൾ അതിന് കണക്കായിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിനകത്ത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ അവർക്ക് പിന്നെയും തരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഉളിക്കൽ അഗ്രോ ഫാംസ് കണ്ണൂർ, വയനാട് ജില്ലകളിലായിട്ട് ഏതാണ്ട് ഒരു 90 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക ഗ്രൂപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ തെങ്ങ്, കമുക് തുടങ്ങിയ കശുമാവ്, കുരുമുളക് തുടങ്ങിയിട്ടുള്ള നിരവധി നാണ്യവിളകളും അതേപോലെ തന്നെ വിദേശ പഴങ്ങളടക്കമുള്ള പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ സ്പൈസസിനകത്താണെങ്കിൽ ഇഞ്ചി, മഞ്ഞളടക്കമുള്ള എല്ലാ കൃഷികളും ചെയ്യുന്ന, കേരളത്തിൽ ഏതാണ്ട് തേയില ഒഴിച്ച് ബാക്കിയുള്ള മിക്കവാറും എല്ലാ കൃഷികളും ചെയ്യുന്ന ഒരു കാർഷിക ഗ്രൂപ്പാണ് ഉളിക്കൽ അഗ്രോ ഫാംസ്. മറ്റൊരു കാർഷിക വിജ്ഞാനപ്രദമായ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.